കോണിക് സെക്ഷൻസ്, കണ്ടിന്യൂഷൻ ഓഫ് കോണിക് സെക്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കോണിക് സെക്ഷൻസ് പഠിച്ചിരുന്നു. അതിൽ ഡിഫറെൻറ്റ് കർവ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് കർവാണ് പരാബോള. ഡെഫിനിഷൻ ഓഫ് പരാബോള: എ പരാബോള ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ that are equidistant from a fixed line and a fixed point in the plane. ഒരു പ്ലെയിനിലെ ഫിക്സഡ് പോയിന്റിൽ നിന്നും ഫിക്സഡ് ലൈനിനും തുല്യ അകലത്തിലായിട്ട് വരുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് പരാബോള. ആ ഫിക്സഡ് ലൈനിനെ ഡയറക്ട്രിക്സ് എന്നും ഫിക്സഡ് പോയിന്റിനെ ഫോക്കസ് എന്നും പറയുന്നു. നമുക്കതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ പരാബോള. ഈ പരാബോളയുടെ പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ ഫിക്സഡ് പോയിന്റ്. ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈ ഫിക്സഡ് ലൈനിൽ നിന്ന് ഈ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഈ ഫിക്സഡ് പോയിന്റിൽ നിന്നും ഈ ഫിക്സഡ് ലൈനിൽ നിന്നും തുല്യമായിട്ട് വരുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ എല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പരാബോള കിട്ടുന്നത്. That is, the fixed point is focus, the fixed line is directrix. That is, P1F ഈ ഡിസ്റ്റൻസും P1 ഈ ലൈനിലെ പോയിന്റ് B1 P1F is equal to P1B1. നെക്സ്റ്റ് P2F is equal to P2B2. തേർഡ് വൺ P3F is equal to P3B3. അപ്പോൾ ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഈക്വലാണ്. ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഈക്വലാണ്. അങ്ങനത്തുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആവുന്നതിൻ്റെ എല്ലാം ഉള്ള പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് അല്ലെങ്കിൽ ലോക്കസ് ഓഫ് ദ പോയിൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് പരാബോള എന്ന് പറയുന്നത്. ഡെഫിനിഷനിലോട്ട് ഒന്ന് നോക്കാം. എ പരാബോള ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ ദാറ്റ് ആർ ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം എ ഫിക്സഡ് ലൈൻ ആൻഡ് എ ഫിക്സഡ് പോയിന്റ് in the plane. The fixed line is called directrix of the parabola and fixed point F is called the focus. That's the definition of parabola. That is, fixed point focus, fixed line directrix. This is parabola. ഇനി ഒരു ലൈനും കൂടെ ഇവിടെ കാണുന്നു. ആ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ദ ലൈൻ പാസിങ് ത്രൂ ദ ഫോക്കസ് ഇവിടെ പാസ് ചെയ്യുന്നുണ്ടല്ലോ. ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആകുകയും ഫോക്കസിലൂടെ പാസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിനെ ആക്സിസ് ഓഫ് ദ പരാബോള എന്ന് പറയാം. ആക്സിസ് ഓഫ് ദ പരാബോള. ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ പരാബോള വിത്ത് ദ ആക്സിസ്. ഈ പരാബോളയും ഈ ആക്സിസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെ പറയുന്ന പേരാണ് വെർട്ടെക്സ് ഓഫ് ദ പരാബോള. അപ്പം പരാബോള എന്താണെന്ന് പഠിച്ചു. പരാബോളയുടെ ഫോക്കസ്, പരാബോള വെർട്ടെക്സ്, ഡയറക്ട്രിക്സ് ഓഫ് ദ പരാബോള, ആക്സിസ് ഓഫ് ദ പരാബോള. ഇതൊക്കെയാണ് പരാബോളയിനകത്ത് ഉൾപ്പെടുന്ന വേർഡ്സുകൾ. ആ വേർഡ്സ് എല്ലാം ഓർത്തിരിക്കണം. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഓഫ് പരാബോള. നമ്മൾ പ്രൂഫ് ഉണ്ട് ഇതിന്. നമുക്ക് പ്രൂഫ് വേണ്ട. അപ്പം നമ്മൾ ഈ ഇക്വേഷൻ ഇതാണ്. y² = 4ax ആണ് ഈ പരാബോളയുടെ ഇക്വേഷൻ. ഇത് ഡെഡ്യൂസ് ചെയ്ത് കിട്ടുന്നതാണ്. നമ്മൾ അതിൻ്റെ പ്രൂഫ് വേണ്ട. നമ്മൾ ഇക്വേഷൻ എന്താണെന്നും ഒന്ന് പഠിക്കാം. ഇതാണ് നമ്മളുടെ പരാബോള. ഇത് നമ്മളുടെ ഫിക്സഡ് പോയിന്റ് F. ഇത് നമ്മളുടെ ഫിക്സഡ് ലൈൻ ഡയറക്ട്രിക്സ്, ഫിക്സഡ് പോയിന്റ് ഫോക്കസ് എന്നും പറയുന്നു. അപ്പോൾ ഇത് നമ്മളുടെ വെർട്ടെക്സ്, ഇത് നമ്മളുടെ ആക്സിസ്. ഈ പരാബോള ഓപ്പൺ ചെയ്തിരിക്കുന്നത് എങ്ങനെ? ഒരു ഓപ്പൺ കർവാണ്. എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്? റൈറ്റ് ടു എക്സ് ആക്സിസ് അല്ലേ? എക്സ് ആക്സിൻ്റെ വലതുവശത്ത് എക്സിൻ്റെ ഈ ഭാഗത്തോട്ടല്ലേ? റൈറ്റിൽ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആണ് ഇത് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പം ഈ ഇത്രയും ഡിസ്റ്റൻസിനെ നമ്മൾ ഈ y² = 4ax ആയതുകൊണ്ട് ഈ വെർട്ടെക്സിൽ നിന്ന് ഈ ഫിക്സഡ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് a ആണ്. ഇവിടുന്ന് ഈ ഡിസ്റ്റൻസും എന്താണ്? a ആണ്. ഇത്
ഇതെന്താണ്? എക്സ് ആക്സിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടല്ലേ? അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ അറിയാം. എക്സ് ഈക്വൽ ടു മൈനസ് എ അല്ലേ? ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ഓർ പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ ഇക്വേഷൻ എഴുതാൻ അറിയാമല്ലോ. എക്സ് ഈക്വൽ ടു മൈനസ് എ. അപ്പം ഈ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു മൈനസ് എ. പരാബോളയുടെ ഇക്വേഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax. ഫോക്കസിൻ്റെ ഇക്വേഷൻ a0. വെർട്ടെക്സിൻ്റെ ഇക്വേഷൻ 0 0. ആക്സിസ് എന്താണ്? എക്സ് ആക്സിസ് ആണ്. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ഓപ്പൺ ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആയതിനാൽ ഇതിൻ്റെ ആക്സിസ് എക്സ് ആക്സിസ് ആണെന്ന് ഓർത്തു വെക്കണം. വെർട്ടെക്സ് 0 0 ആണ്. ഫോക്കസ് a0 ആണ്. ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണോ ഫോക്കസ് എഴുതുന്നത് എ ആണെങ്കിൽ മൈനസ് എ ആയിരിക്കും ഡയറക്ട്രിക്സ്. ഇറ്റ് ഈസ് എക്സ് ഈക്വൽ ടു മൈനസ് എ. ആക്സിസ് എക്സ് ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു മൈനസ് എ. എക്സിലൂടെ അല്ലേ പോകുന്നത്, എക്സ് ആക്സിസിലൂടെ അല്ലേ പാസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ഈ ഡിസ്റ്റൻസ് എ ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസും എ ആണ്. ദാറ്റ് ഈസ് ലെഫ്റ്റിലായതുകൊണ്ട് എക്സ് ഈക്വൽ ടു മൈനസ് എ. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പരാബോള എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇക്വേഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax. എന്താ പ്രത്യേകത? ഇവിടെ പ്ലസ് 4ax ആയിരുന്നു, ഇവിടെ മൈനസ് 4ax ആയി. അപ്പോൾ നമ്മളുടെ പരാബോള എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്? നെഗറ്റീവ് സൈഡ് ഓഫ് എക്സ് ആക്സിസ് അല്ലേ? പോസിറ്റീവ് സൈഡ് എക്സ് ആക്സിൻ്റെ നെഗറ്റീവ് സൈഡിലോട്ടല്ലേ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫോക്കസിനെ നമുക്ക് ഈ ഡിസ്റ്റൻസ്, ഈ ഒറിജിനിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ പേർ -a0 പ്ലെയിനിലാണ്. എഫ് ഓഫ് -a0. അപ്പോൾ ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് -a ആയതുകൊണ്ട് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്? a ആണ്. ഇതെന്ന് പറയുന്നത് എക്സ് ആക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ്, ഇതെന്ന് പറയുന്നത് എക്സ് ആക്സിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ ഡിസ്റ്റൻസ് a, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എ. പോസിറ്റീവ് നമ്പർ ആയിരിക്കും ഡിസ്റ്റൻസ് അല്ലേ? ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എ. അപ്പോൾ ഡയറക്ട്രിക്സ് ഇവിടുന്ന് മാറി ഇപ്പുറത്തെ സൈഡിലായില്ലേ? ഓപ്പൺ ഇങ്ങോട്ടാക്കിയപ്പോൾ നെഗറ്റീവ് സൈഡിലോട്ടാക്കിയപ്പോൾ അതിൻ്റെ ഡയറക്ട്രിക്സ് അപ്പുറത്തെ സൈഡിലായി അല്ലേ? അപ്പം ഫോർമുല വൈ സ്ക്വയർ ഈക്വൽ ടു -4ax. ഫോക്കസ് -a0. ആക്സിസ് എക്സ് ആക്സിസ്. വെർട്ടെക്സ് 0 0. ഡയറക്ട്രിക്സ്, ഇത് ഡയറക്ട്രിക്സ് ആണ്, ഞാൻ എഴുതിയിട്ടില്ല. ഡയറക്ട്രിക്സ് എക്സ് ഈക്വൽ ടു എ. അതർ പരാബോള എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. പഠിച്ചോ? അപ്പോൾ അതിൻ്റെ കർവിൻ്റെ ഫോം എന്താണ്? അപ്വേർഡാണ്. ഇവിടെ എക്സ് എബോവ് എക്സ് ആക്സിസ് ആണ് അല്ലേ? പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ് ആണ്. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പം പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസിലോട്ട് ഓപ്പൺ ആയാൽ എങ്ങനെ എഴുതാം ഇക്വേഷൻ? എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. അപ്പോൾ ഫോക്കസ് എവിടെ വരുന്നത്? വൈ ആക്സിസിൽ. വൈ ആക്സിസിലെ ഈ പോയിൻ്റ് വൈ ആക്സിൽ എക്സ് കോർഡിനേറ്റ് 0 അല്ലേ? ഈ ഡിസ്റ്റൻസ് ഇവിടെ എ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എ എന്ന് എഴുതി. വെർട്ടെക്സ് 0 0. ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എ ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസും എ ആണ്. അത് വൈ ആക്സിസിന് താഴോട്ടായതുകൊണ്ട് അതിന് വൈ ഈക്വൽ ടു -a എന്ന് കൊടുക്കാം. ഇനി ഇവിടുത്തെ ആക്സിസ് എന്താണ്? ആക്സിസ് എന്ന് പറയുന്നത് വൈ ആക്സിസ് ആണ്. ആക്സിസ് എന്താണ് വൈ ആക്സിസ് ആവാൻ കാരണം? ആക്സിസ് എന്ന് വെച്ചാൽ പാസിങ് ത്രൂ ദ ഫോക്കസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ട്രിക്സ് ആകുന്നതിനെയാണ് പരാബോളയുടെ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പം എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay ആകുമ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന പാസിങ് ത്രൂ ദ ഫോക്കസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ട്രിക്സ് ആകുന്നത് വൈ ആക്സിസ് ആണ്. ദെർഫോർ ആക്സിസ് ഓഫ് ദ പരാബോള എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay ഈസ് വൈ. ഫോക്കസ് വൈ പോസിറ്റീവ് വൈ ആക്സിസിലോട്ടാണ് പരാബോള ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിൽ എ പോസിറ്റീവാണ്. എഫ് ഓഫ് 0a. ഡയറക്ട്രിക്സ് താഴെയായിരിക്കും, അപ്പോൾ ഡയറക്ട്രിക്സ് വരുന്ന വൈ ഈക്വൽ ടു -a. നെക്സ്റ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay. നോക്കാം പരാബോള എങ്ങനോട്ടാ ഓപ്പൺ ഡൗൺവേർഡ് ആണ്.
ബിലോ എന്താണ് നെഗറ്റീവ് വൈ ആക്സിലോട്ടാണ്. ഇത് വൈ ആക്സിന് നെഗറ്റീവ്, ഇത് എക്സ് ആക്സ് ആണെങ്കിൽ ഇത് വൈ ആക്സ്, നെഗറ്റീവ് വൈ ആക്സിലോട്ടല്ലേ ഇരിക്കുന്നത്. നെഗറ്റീവ് വൈ ആക്സിലോട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ വൈ കോഡ് ഇത് ഇവിടുത്തെ എല്ലാം നെഗറ്റീവാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് വൈ ആക്സിസിലാണ് ഫോക്കസ് ഉണ്ടായത്. എക്സ് കോർഡിനേറ്റ് 0, അതിൻ്റെ വൈ കോർഡിനേറ്റ് -a. വെർട്ടെക്സിൽ നിന്ന് ഡയറക്ട്രിക്സിലോട്ടുള്ള ഡിസ്റ്റൻസും ഈക്വലാണ്, ഈ ഡിസ്റ്റൻസും ഈക്വലാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എ ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസും എ ആണ്. എബോവ് എക്സ് ആക്സിസ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് പോസിറ്റീവാണ്. ദാറ്റ് ഈസ് y = a. ഫോക്കസിലൂടെ പാസ് ചെയ്യുകയും ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആകുകയും ചെയ്തതിനാൽ ഈ പരാബോളയുടെ ആക്സിസ് എന്ന് വെച്ചാൽ വൈ ആക്സിസ് ആണ്. തെറ്റിപ്പോരുത്. ഓപ്പൺ പോസിറ്റീവ് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിലാണെങ്കിൽ ആക്സിസ് വൈ ആക്സിസ് ആണ്. ഡയറക്ട്രിക്സ് y = a ആണ്. ഫോക്കസ് 0 -a ആണ്. ഇതാണ് 4 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പരാബോള എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ലാറ്റസ് റെക്റ്റമാണ്. ഇത് നമ്മളുടെ പരാബോള. ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ദിസ് ഈസ് ഫോക്കസ്, ദിസ് ഈസ് ദ വെർട്ടെക്സ് ഓഫ് ദ പരാബോള. ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് ലാറ്റസ് റെക്റ്റം. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലൈൻ സെഗ്മെൻ്റ് ആണ്. എ ലൈൻ സെഗ്മെൻറ്റ് പാസിംഗ് ത്രൂ ദ ഫോക്കസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ പരാബോള ആൻഡ് ഇറ്റ്സ് എൻഡ് പോയിൻറ്റ്സ് ലൈ ഓൺ പരാബോള. ഇതാണ് നമ്മുടെ ലൈൻ സെഗ്മെൻറ്റ്. ആ ലൈൻ സെഗ്മെൻറ്റ് എന്തിലൂടെ പാസ് ചെയ്യുന്നു? ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നു. പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്, ഇതാണ് ആക്സിസ്. ഈ ഫോമിൽ പോസിറ്റീവ് ഡയറക്ഷൻ എക്സ് ആക്സിലോട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന പരാബോളയായതുകൊണ്ട് എക്സ് ആക്സിസ് ആണ് ആക്സിസ്. ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ എൻഡ് പോയിൻറ്റ്സ് പരാബോളയിലാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് പറയുന്നു? ഈ ലൈൻ സെഗ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ലാറ്റസ് റെക്റ്റം. മനസ്സിലായുണ്ടോ? എ ലൈൻ സെഗ്മെൻറ്റ് പാസിംഗ് ത്രൂ ദ ഫോക്കസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ പരാബോള, ഇറ്റ്സ് എൻഡ് പോയിൻറ്റ്സ് ലൈസ് ഓൺ പരാബോള. ഇനി നമുക്ക് പരാബോളയുടെ ഇക്വേഷൻ ഒന്ന് ഫോം ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളുടെ പരാബോള. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ദിസ് ഈസ് ഫോക്കസ്, ദിസ് ലൈൻ ഈസ് ഡയറക്ട്രിക്സ്. ഇനി ഈ എ ബി ആണ് നമ്മുടെ ഫോക്കസിലൂടെ പാസ് ചെയ്യുകയും ആക്സിസിന് പെർപെൻഡിക്കുലർ ആകുകയും എൻഡ് പോയിൻറ്റ്സ് പരാബോളയിൽ ടച്ച് ചെയ്യുകയും ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിനെ പറയുന്ന പേരാണ് ലാറ്റസ് റെക്റ്റം. ഈ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത്, അതായത് എ ബിയുടെ ലെങ്ത് എത്രയാണെന്ന് നമുക്ക് കാണണം. നമുക്കറിയാമല്ലോ ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഈ കർവിലുള്ള ഡിസ്റ്റൻസും ഈ ഫിക്സഡ് ലൈനിൽ നിന്ന് ഈ കർവിലോട്ടുള്ള ഡിസ്റ്റൻസും ഈക്വലാണ്. ദാറ്റ് ഈസ് AF = CA. ഈ ഡിസ്റ്റൻസും ഈക്വലാണ്. അത് എഴുതി വെച്ചു. ഇനി FM, ഈ ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് A. ഈ വെർട്ടെക്സിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും A. അപ്പം മൊത്തവും ഡിസ്റ്റൻസ് FM എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്താണ്? 2A ആണ്. ഇത്രയും ഡിസ്റ്റൻസ് A, ഇത് A, ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡിലോട്ട് ആയതുകൊണ്ട് -a, ദാറ്റ് ഈസ് A - -a, ദാറ്റ് ഈസ് A + A 2A ആണ് ഈ ലെങ്ത് 2A ആണ്. ഇനി FM-ഉം CA-യും പാരലല്ലേ? അപ്പം ഈ FM-ൻ്റെ ഇത്രയും ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കത്തില്ലേ CA-യും? അപ്പോൾ എന്ത് കിട്ടും? FM = CA. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? FM എത്രയാണ്? 2A ആണ് അല്ലേ? AF എത്രയാണ്? അപ്പോൾ FM = 2A. FM എന്തിന് ഈക്വലാണ്? FM CAയ്ക്ക് ഈക്വലാണ്. CA ഏതിന് ഈക്വലാണ്? AFന് ഈക്വലാണ്. അതുകൊണ്ട് AF = 2A എന്ന് കിട്ടും. AF എന്ന് പറയുന്നത് 2A, ഈ ഡിസ്റ്റൻസ് 2A ആണ്. ദിസ് ഈസ് സിമെട്രിക്കൽ. പരാബോള ഈസ് സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസിന് സിമെട്രിക് ആയതുകൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും താഴോട്ടും ഉള്ളത്. ഈ ഡിസ്റ്റൻസ് 2A ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും എന്താണ്? 2A ആണ് അല്ലേ? ദാറ്റ് ഈസ് -2A. അപ്പം ടോട്ടൽ ലെങ്ത് എത്രയാണ്? 4A. അപ്പോൾ ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം എത്രയാണ്? 4A. നമ്മളിങ്ങനെ കിട്ടിയെന്നൊന്നും പഠിക്കേണ്ട. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം 4A എന്ന് മാത്രം പഠിച്ചാൽ മതി. സിമെട്രിക് ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് 2A ആയതുകൊണ്ട് സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസും 2A ആണ്. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4A ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം എന്ന് വെച്ചാൽ എന്താണ്? 4A. പാസിംഗ് ത്രൂ ദ ഫോക്കസ് ആണ്. പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആണ്. പിന്നെ അപ്പോൾ ലാറ്റസ് റെക്റ്റൻ്റെ എൻഡ് പോയിൻറ്റ്സ് ലൈ ഓൺ പരാബോളയിലാണ് ലൈ ചെയ്യുന്നത്.
ലെങ്ത് ഓഫ് ദ ലാറ്ററൽ റെക്റ്റം 4a. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ഇനി നിങ്ങൾ ഈ ഇത് ഇത്രയും കുറേ കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്ന് എനിക്കറിയില്ല. ഈ 4 ഫോംസും ബൈ ഹേർട്ട് ചെയ്തിരിക്കണം. ഇതിൻ്റെ ഫിഗേഴ്സ് നല്ലോണം അറിയണം. y² = 4 നമുക്ക് അടുത്ത വർഷവും വേണം. y² = 4ax എന്ന് പറയുമ്പോൾ എങ്ങോട്ട് ഓപ്പൺ ആകുന്നു, ഇതിൻ്റെ ഫോക്കസ് എന്താണ്, ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എന്താണ്, ആക്സിസ് എന്താണ്, ലാറ്ററൽ റെക്റ്റം എന്താണെന്നെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 4 ഫിഗേഴ്സോടെ ഞാൻ ഒരുമിച്ച് വരച്ചേക്കുവാണ്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഈ ഇക്വേഷൻ തന്നിരുന്നാൽ ആ ഇക്വേഷൻ്റെ ഫോക്കസ്, വെർട്ടെക്സ്, ലാറ്ററൽ റെക്റ്റം, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, ആക്സിസ്, ഇത്രയും കാര്യങ്ങൾ ബൈ ഹേർട്ട് ചെയ്താൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ടേബിൾ ബൈ ഹേർട്ട് ചെയ്യണം. അപ്പം ചെയ്യേണ്ടത് ഫസ്റ്റ് ഇക്വേഷൻ y² = 4ax, വെർട്ടെക്സ് 0 0, ഫോക്കസ് a0, ഡയറക്ട്രിക്സ് x = -a, ലാറ്ററൽ റെക്റ്റം 4a, എല്ലാത്തിൻ്റെയും ലാറ്ററൽ റെക്റ്റം സെയിം ആണ് 4a, ആക്സിസ് x. y² = -4x. ഇപ്പോൾ ഒരു പ്രത്യേകതയുള്ളൂ, ഇവിടെ പ്ലസ് മാറി മൈനസ് ആയി. വെർട്ടെക്സിന് മാറ്റമുണ്ടോ? എല്ലാത്തിൻ്റെ വെർട്ടെക്സ് 0 0 ആണ്. ഫോക്കസ് മാറി മൈനസ് ആയപ്പോൾ -a0 ആയി. ഇവിടെ -a ആയപ്പോൾ x എന്തായി? +a ആയി. ആക്സിസ് x തന്നെയാണ് അല്ലേ? എക്സ് ആക്സിലോട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എക്സ് ആണ്. അടുത്ത x² = 4ay, വെർട്ടെക്സ് 0 0, ഫോക്കസ് 0a. ഇവിടെ y ആക്സിലോട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. y ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിലായിട്ടുണ്ട് +a എന്ന് എഴുതിയത്. ഡയറക്ട്രിക്സ് y = -a, ലാറ്ററൽ റെക്റ്റം 4a, ആക്സിസ് y. ഇനി x² = -4a ആയപ്പം ഈ +a മാറി -a ആയി, -a മാറി +a ആയി. ആക്സിസ് ഇത് രണ്ടിനും y ആക്സിസ് ആണ്, ആക്സിസ് ഓഫ് ദ പരാബോള. ഇത്രയും ബൈ ഹേർട്ട് ചെയ്യണം. അതുകൂടാതെ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ഓരോന്നിൻ്റെ 1 2 എന്ന് ഞാൻ പടം വരച്ചിട്ടില്ലേ, ഈ പിക്ചേഴ്സ് ഇതിൻ്റെ സൈഡിലോട്ട് വരയ്ക്കണം. നിങ്ങൾക്ക് ഇപ്പം ബുക്കിലാകുമ്പോൾ കുറച്ച് വിട്ടിട്ട് വരച്ചിട്ട് ഇവിടെ അതിൻ്റെ ഫിഗറും കൂടെ വരച്ച് വയ്ക്കണം. ജസ്റ്റ് ഇങ്ങനെ വരച്ചാൽ മതി. x ആക്സിസ്, y ആക്സിസ്, പരാബോള y² = 4ax. ഇത് ഫോക്കസ്, ഇനി ഇത് ഡയറക്ട്രിക്സ്, ഇത് വെർട്ടെക്സ്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഫിഗറിൻ്റെ ഷേപ്പ് മാത്രം ഒന്ന് വരച്ച് വെച്ചാൽ മതി. അപ്പം ഇത് നിങ്ങളുടെ ബുക്കിലോട്ട് എഴുതണം. കുറേ കാര്യങ്ങൾ എഴുതാനുണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുകയുള്ളൂ.